നമ്മുടെ നാട്ടിൽ ഈ കട വിൽക്കാന്ന് വെച്ചാൽ ഒരു ഗൾഫുകാരനല്ലേ വന്നെടുക്കുക. പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ വിൽക്കാൻ വെച്ചാൽ ഒരു BJP-കാരനാണ് വന്ന് ഏറ്റെടുക്കുന്നത്. 90-ലധികം ടെലിവിഷൻ ചാനലുകളെ റിലയൻസിന്, അംബാനിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു. അദാനിക്ക് ഏതാണ്ട് അത്രയോളം ചാനലിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രം കാത്തുനിന്നാൽ മതി. ഇന്ത്യ വിഷനിലൂടെ, റിപ്പോർട്ടറിലൂടെ ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി ആ മാധ്യമ സ്ഥാപനം കേരളത്തിന്റെ മാധ്യമ സ്ഥാപനമാക്കാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ വരുന്നത് മുഴുവൻ കോർപ്പറേറ്റുകളാണ്. നോക്കിപ്പോ NDTV നമ്മൾ ദക്ഷിണേന്ത്യയിൽ കാണുന്ന ഒരു ടെലിവിഷൻ ചാനലായിരുന്നു. ഇതിപ്പോ NDTV ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ എന്റെ ഒരു വാർത്താ ശേഖരണത്തിന് വേണ്ടി NDTV കാണാറില്ല. അത് അദാനി ഏറ്റെടുത്തതോടുകൂടി നേരത്തെ ഷേംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വൈവിധ്യമുള്ള ഒരു വാർത്താ സംസ്കാരത്തിൽ നിന്ന് ഒരു ഏകശിലാമാനകമായ വാർത്താ സംസ്കാരത്തിലേക്ക് പോകുന്നു എന്നുള്ള നിലയിലേക്കാണ്. ഇപ്പൊ നമ്മൾ ടൈംസ് നൗ കാണുന്നതും റിപ്പബ്ലിക് TV കാണുന്നതും ഇപ്പോ NDTV കാണുന്നതും ഒരുപോലെ ആകുമ്പോൾ നമ്മൾ NDTV-യും ഉപേക്ഷിക്കുന്നു എന്നുള്ള നില വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയുള്ള ഭരണ സംവിധാനമാണ് പോകുന്നതെങ്കിൽ ഒരൊറ്റ സ്വതന്ത്ര മാധ്യമ സ്ഥാപനവും ഈ രാജ്യത്ത് നിലനിൽക്കാൻ പോകുന്നില്ല. അവരുദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ രാജ്യത്ത് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തതയുണ്ട് അക്കാര്യത്തിൽ. ഇത്തരം മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ ശ്രേയംസിനോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇടതുപക്ഷം ആണ് ശരിപക്ഷം എന്നുള്ള ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ബോധ്യം നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് വളരെ ചുരുക്കിയാണെങ്കിലും കാര്യമാത്ര പ്രസക്തമായ വിധത്തിലാണ് MP ശ്രേയാംസ് കുമാർ ഇവിടെ ഈ സെമിനാറിൻ്റെ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്ന് നമ്മൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ നടത്തുമ്പോൾ ശ്രീ ശ്രേയാംസ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്ക് കേരളത്തിൻ്റെ മാത്രം കണ്ണിലൂടെ ഇന്ന് മാധ്യമങ്ങളെ നോക്കിക്കണ്ടാൽ പോരാ. അധിക സമയമില്ല, കൂടുതൽ ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ടും കൂടുതൽ സംസാരിക്കാൻ എപ്പോഴും ഒരു താല്പര്യമുള്ള ആൾ എന്നുള്ള നിലയിൽ ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട്. ശ്രേയാംസ് കുമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയാം 1991 ഉദാരവൽക്കരണത്തിന് ശേഷം കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ എഡിറ്റോറിയലുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് അവർക്ക് ഒരു സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു. കോർപ്പറേറ്റുകൾ കേന്ദ്ര സർക്കാരുമായി വിലപേശുന്നതിനാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ചതെങ്കിൽ കൂടി മാധ്യമങ്ങൾ ഒരു പരിധിവരെ സ്വയം ഭരണാവകാശം നിലനിർത്തി. പക്ഷേ ഇപ്പോൾ ശ്രീ ശ്രേയാംസ് കുമാർ ചൂണ്ടിക്കാണിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലാണ്. 2021 തന്നെ കണക്കനുസരിച്ച് 72 ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ കയ്യിലുണ്ട്. 1,20,000 മാധ്യമങ്ങൾ ആകെയുണ്ട്. 22,000 വർത്തമാന പത്രങ്ങളുണ്ട്. 950 ടെലിവിഷൻ ചാനലുണ്ട്. അതിൽ 350 വാർത്താ ചാനലുകളാണ്. ഇവയിൽ 72 ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ കയ്യിലെത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് 96 എന്നാണ് ശ്രേയാംസ് തിരുത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ 21 കണക്കാണ് 72 എന്ന് പറയുന്നത്, ഇപ്പോൾ അത് 96 ആയിരിക്കുന്നു എന്നുള്ളതാണ്. 60% സ്ട്രീമിങ്ങും റിലയൻസിൻ്റെ കയ്യിലാണ്. 2.32 ട്രില്യനാണ് ഇന്ത്യയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ആകെ മൂല്യമെങ്കിൽ മഹാഭൂരിപക്ഷവും കൈയാളുന്നതും അംബാനിയാണ് എന്ന് നമുക്കറിയാം. അംബാനി മാത്രമല്ല,
അതോടൊപ്പം അദാനിയും ഇപ്പോൾ വളരെ വേഗത്തിൽ അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. NDTVയുടെയും ദ ക്വിൻറ്റിൻ്റെയും ഒക്കെ ഹോസ്റ്റൈൽ ടേക്ക് ഓവറിലൂടെ നമുക്കത് ഈ സമീപ മാസങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളതുമാണ്. രാജ്യത്ത് ശ്രേംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ബഹുസ്വരത ഉണ്ടായിരുന്നു. ഒരു എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ശരിയാണ്, അപഭ്രംശങ്ങൾ ഉണ്ടായിട്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഓരോ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് പാഠപുസ്തകങ്ങൾ പോലെ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ അപഭ്രംശങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിൻ്റെ അനുഭവങ്ങളിലൂടെ മാധ്യമങ്ങൾ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എങ്കിൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ മാത്രം സാഹചര്യമല്ല. ഒരു ഘട്ടത്തിൽ റൂപ്പർട്ട് മർഡോക്ക് എന്ന് പറയുന്ന മാധ്യമ മുതലാളിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇലോൺ മസ്കിനെ കുറിച്ചാണ്. ഇലോൺ മസ്ക് 2021 ട്വിറ്റർ ഏറ്റെടുത്തിട്ടുള്ളത് $44 ബില്യൺ 4400 കോടി ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 3,74,000 കോടി. 3,74,000 കോടി രൂപ യഥാർത്ഥത്തിൽ ട്വിറ്ററിന്റെ മൂല്യമല്ല, അധികരിച്ച മൂല്യമാണ്. അങ്ങനെ അധികരിച്ച മൂല്യത്തിന് ട്വിറ്റർ ഏറ്റെടുത്ത് എക്സ് എന്ന് മൊഴിമാറ്റം ചെയ്ത ആ പ്രക്രിയക്ക് അമേരിക്കയിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇലോൺ മസ്ക് ടെസ്ല നടത്തുന്ന അല്ലെങ്കിൽ സ്പേസ് എക്സ് നടത്തുന്ന ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് എന്ന് പറയുന്ന മൈക്രോ ബ്ലോഗർ സാധാരണഗതിയിൽ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ബിസിനസിനെ പുഷ്ടിപ്പെടുത്താനാണെങ്കിൽ ഒരു സാഹചര്യത്തിലും ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എക്സ് ആവശ്യമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എക്സ് ഏറ്റെടുക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കിപ്പോ 2024-25 കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ വളരെ കൃത്യമായി റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ചിന്തിക്കുമ്പോൾ ബോധ്യമാവുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്പേസ് എക്സിലോ ടെക്സ്റ്റൈലോ മാത്രമായി അദ്ദേഹത്തിന്റെ താല്പര്യം അവസാനിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങളിൽ ഇടപെടണം എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3,74,000 കോടി രൂപയ്ക്ക് ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്ത് തന്റെ സ്ഥാപനമാക്കി എക്സ് ആക്കി മാറ്റിയിട്ടുള്ളത്. 80%. അവിടെയുണ്ട് വ്യത്യാസം. നോക്കിപ്പോ NDTV നമ്മൾ ദക്ഷിണേന്ത്യയിൽ കാണുന്ന ഒരു ടെലിവിഷൻ ചാനലായിരുന്നു. ഇതിപ്പോ NDTV ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ എൻ്റെ ഒരു വാർത്താ ശേഖരണത്തിന് വേണ്ടി NDTV കാണാറില്ല. അത് അദാനി ഏറ്റെടുത്തതോടുകൂടി നേരത്തെ ഷേംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വൈവിധ്യമുള്ള ഒരു വാർത്താ സംസ്കാരത്തിൽ നിന്ന് ഒരു ഏകശിലാമാനകമായ വാർത്താ സംസ്കാരത്തിലേക്ക് പോകുന്നു എന്നുള്ള നിലയിലേക്കാണ്. അപ്പോൾ നമ്മൾ ടൈംസ് നൗ കാണുന്നതും റിപ്പബ്ലിക് TV കാണുന്നതും ഇപ്പോ NDTV കാണുന്നതും ഒരുപോലെ ആകുമ്പോൾ നമ്മൾ NDTVയും ഉപേക്ഷിക്കുന്നു എന്നുള്ള നില വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സമാനമായ വിധത്തിൽ ഇപ്പോ അമേരിക്കയിലെ അല്ലെങ്കിൽ നമ്മുടെ ലോകമാകമാനം വിന്യസിച്ച് കിടക്കുന്ന മൈക്രോ ബ്ലോഗറായിട്ടുള്ള എക്സ് ഏറ്റെടുത്ത ഉടൻ തന്നെ 80% മൂല്യം എക്സിന്റെ നോക്കൂ. 3,74,000 കോടി രൂപയിൽ നിന്ന് 80% മൂല്യം ആ സ്ഥാപനം ഏറ്റെടുക്കുന്ന മുറക്ക് ചോർന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കണം ആ പറയുന്ന മാധ്യമ മുതലാളിക്ക് സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്? പക്ഷെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോ ഇലോൺ മസ്കിന്റെ മൂല്യം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നു ഈ എക്സ് ഏറ്റെടുത്ത് എക്സിലൂടെയുള്ള പ്രചരണം മാത്രമല്ല, എക്സിലൂടെ ശക്തി സംഭരിക്കുന്ന ശക്തി സംഭരിക്കുന്ന ഇലോൺ മസ്ക് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ വരുന്നവരിൽ ഒരാളെ നറുക്കെടുത്ത് $1 മില്യൺ അവരിൽ ഒരാൾക്ക് നൽകുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കമലാ ഹാരിസിനെ ഡൊണാൾഡ് ട്രംപിന് തോൽപ്പിക്കാനായിട്ടുള്ളത്? മദ്രാസുകാരിയാ അല്ലേ കമലാ ഹാരിസ് എന്ന് പറയുന്നത്? മദ്രാസുകാരിയുടെ മകളാണ്. അപ്പോ ഒരു മദ്രാസുകാരിയുടെ മകൾക്ക് വൈറ്റ് സുപ്രീമിസ്റ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ കഴിയുന്നു എന്ന് പറയുന്നതിന് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ടെലിവിഷൻ ഷോയിലൂടെയാണ് സാധാരണഗതിയിൽ പുരോഗമിക്കാറുള്ളത്. 3 ടെലിവിഷൻ ഷോ. ഒന്നാമത്തെ ടെലിവിഷൻ ഷോയിലൂടെ തന്നെ കമലാ ഹാരിസ് ഡൊണാൾഡ് ട്രംപിനെ മറികടക്കുന്നു. ആദ്യത്തെ ടെലിവിഷൻ സംവാദത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇനി
ടെലിവിഷൻ ഷോയിൽ ഇല്ല എന്ന് തീരുമാനിക്കുന്നു. നോക്കൂ, ഒരു ഘട്ടത്തില് 3-4 പോയിന്റ് മാത്രം മുന്നിൽ നിന്നിരുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും കമലാ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ പറയുന്ന ടെലിവിഷൻ സംവാദത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അദ്ദേഹത്തിന്റെ പരാജയം ഏതാണ്ട് ഉറപ്പായി മാറിക്കഴിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യവസായി ഇടപെടുകയും ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു കഴിഞ്ഞ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, എ സ്റ്റാർ ഈസ് ബോൺ, ഒരു നക്ഷത്രം ജനിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ നോക്കൂ, ലോകമാകമാനം ഒന്നാം ഘട്ടത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരുമായി അല്ലെങ്കിൽ ഏതൊക്കെ ഗവൺമെന്റുകളാണോ ഓരോ രാജ്യത്തുള്ളത് അവരുമായി നല്ല ബന്ധത്തിൽ ഏർപ്പെടുന്നു. രണ്ടാം ഘട്ടത്തിലാവുമ്പോഴേക്കും അവർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ള നില വന്നു. നേരത്തെ ശ്രേയംസ് തന്നെ ചൂണ്ടിക്കാണിച്ചു, ദേശീയ തലത്തിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് അവരുടെ സ്വാധീനം വിപുലപ്പെടുത്തുന്നത് എന്നുള്ളത്. ഇന്ത്യൻ സാഹചര്യം തന്നെ എടുത്താൽ നമുക്കറിയാം, അദാനി ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാൻ ആണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും സംബന്ധിച്ചിടത്തോളം. ആ പോയിന്റ് മാൻ ഇപ്പോ മഹാരാഷ്ട്ര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു. മഹാരാഷ്ട്ര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ന്യൂസ് മിനിറ്റ് എന്ന പ്ലാറ്റ്ഫോമിന് ഓൺലൈൻ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അജിത് പവാർ പറയുകയാണ്, ഉദ്ധവ് ഠാക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഉദ്ധവ് ഠാക്കറെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ അദാനിയുടെ വീട്ടിൽ, അദാനി ആരാ, രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അദാനി ഒരു കോർപ്പറേറ്റ് മാത്രമാണ്, അദാനിയുടെ വീട്ടില് അദാനിയുടെ സാന്നിധ്യത്തിൽ അമിത്ഷാ അടക്കം പങ്കെടുത്തിട്ടുള്ള ചർച്ചകൾ നടന്നു എന്നാണ്. അതിനകത്ത് പങ്കെടുത്ത അജിത് പവാർ അതാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നാം ഘട്ടത്തിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകള് മാധ്യമ സ്ഥാപനങ്ങള് ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ പുതുതായി വാങ്ങുകയും ചെയ്ത് തങ്ങളുടെ ശക്തി സംഭരിച്ച് ഭരണാധികാരികളുമായി വിലപേശിയിട്ടുണ്ട് എങ്കിൽ രണ്ടാം ഘട്ടത്തിലായപ്പോഴേക്കും ഈ വിലപേശി നിന്ന കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ മുതലാളിമാര് രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് ഏതു ഭരണാധികാരിയാണോ അധികാരത്തിൽ ഇരിക്കേണ്ടത് ആ ഭരണാധികാരികൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. മൂന്നാം ഘട്ടത്തിലാവുമ്പോൾ ഭരണം നേരിട്ട് കൈയാളുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇലോൺ മസ്കിന്റെ കാര്യം. ഇലോൺ മസ്ക് ഇന്ന് ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായി തുടരുകയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്ട് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഇലോൺ മസ്ക് ആണ്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ കക്ഷിയെ ഇപ്പോ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാസി സല്യൂട്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡൊണാൾഡ് ട്രംപിന്റെ ഇനോഗ്രേഷന് ശേഷം ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സഹയാത്രികൻ നാസി സല്യൂട്ട് നൽകിയിട്ടാണ് ഇപ്പോ ലോകത്തിന് മുന്നിൽ തന്റെ രാഷ്ട്രീയം വെളിവാക്കിയിരിക്കുന്നത്. അതിപ്പോ ലോകമാകമാനം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. സമാനമായ വിധത്തിൽ തന്നെയാണ്. നോക്കൂ, ഇതൊന്നും ഒറ്റപ്പെട്ട ആശയമല്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ പോലും യൂറോപ്യൻ ദേശീയവാദത്തിന്റെ നാസിസവും ഫാസിസവും ഒക്കെ ഇപ്പോ പുനരുജ്ജീവിക്കുന്നു. അത് യൂറോപ്പിൽ മാത്രമല്ല, ഇപ്പൊ ജർമ്മനിയിൽ തന്നെ തീവ്ര വലതുപക്ഷ കക്ഷികൾ, നാസികൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇപ്പൊ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ആ വിജയിക്കുന്ന കക്ഷികൾക്ക് കൂടുതൽ സമ്പത്തും കൂടുതൽ പ്രചരണ മാർഗങ്ങളും നൽകുന്ന ഇലോൺ മസ്ക്, അവരെ എൻഡോഴ്സ് ചെയ്യുന്ന ഇലോൺ മസ്ക് താൻ അമേരിക്കയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തീവ്ര വലതുപക്ഷ ഭരണമാണ് എന്ന് ഓരോ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളില് ഇത്തരത്തിലുള്ള വലതുപക്ഷ ഫാഷിസ്റ്റ് നാസിസ്റ്റ് സർക്കാരുകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു മടിയുമില്ലല്ലോ ഇന്നത്തെ ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റിന് ഞങ്ങൾ
പനാമയെ വാങ്ങാൻ പോവുകയാണ്, ഞങ്ങൾ കാനഡയെ ഏറ്റെടുക്കാൻ പോവുകയാണ്, 51ാമത്തെ സ്റ്റേറ്റായി സംസ്ഥാനമായി കാനഡയെ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയാൻ. നോക്കൂ, നമ്മുടെ നാട്ടിലും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ്. ഞാനിപ്പോ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് നമ്മുടെ മുന്നിൽ പരസ്യമായി പച്ചക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലും ശ്രേയാംസ് കുമാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കാര്യങ്ങൾ പച്ചക്ക് തന്നെയാണ്. 90-ലധികം ടെലിവിഷൻ ചാനലുകളെ റിലയൻസിന് അംബാനിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു. അദാനിക്ക് ഏതാണ്ട് അത്രയോളം ചാനലിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ മാത്രം കാത്തുനിന്നാൽ മതി. നമുക്ക് ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ ഞാൻ 1996 എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട്, അല്ലെങ്കിൽ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ തുടരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലതുകാല് വെക്കുന്നത് പോലെ സ്വാഭാവികമായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ടെലിവിഷൻ മാതൃകകൾ അല്ലെങ്കിൽ മാധ്യമ മാതൃകകൾ എന്ന് പറയുന്നത് ചടുലവും സത്യസന്ധതയുള്ളതുമായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നതിനേക്കാൾ മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ. നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പറയുന്ന സത്യങ്ങളാണ് മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ വലിയ വിപ്ലവം എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അങ്ങനെ നമ്മൾ ഈ മേഖല തെരഞ്ഞെടുക്കുമ്പോൾ അതിനകത്തൊരു വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ തന്നെയും പ്രൊഫഷണൽ സംവിധാനങ്ങളാണ്. എൻ്റെ മുമ്പിൽ അന്ന് ടെലിവിഷൻ ചാനലായിട്ടുണ്ടായിരുന്നത് ശശികുമാറിന്റെ ഏഷ്യാനെറ്റാണ്. ആ കാലഘട്ടത്തില് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ ഒരു വിപ്ലവമായിരുന്നു. ഒരു സംശയം ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ലോകത്തിലും അങ്ങനെ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അത്ഭുതമായിരിക്കും. ഇന്ത്യയിൽ എന്തായാലും ഇല്ല. ഇന്ത്യയിൽ അന്ന് അപ്ലിങ്കിങ് അനുമതിയില്ല. ഇന്ത്യയിലെന്നല്ലോ, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഷയൊന്നും അല്ലല്ലോ ഹിന്ദി എന്ന് പറയുന്നത്. മലയാളം, നമ്മുടെ ഈ തെക്കേ അറ്റത്തുള്ള കേരളത്തിന്റെ ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. ഈ മലയാള ഭാഷയിലെ ഒരു ടെലിവിഷൻ ചാനലില് വാർത്ത തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി, വാർത്ത മാത്രമല്ല കേട്ടോ, ആ ടെലിവിഷൻ ചാനലിന്റെ ഉള്ളടക്കം സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം റഷ്യയില്, അത് കഴിഞ്ഞ് മനിലയില്, അത് കഴിഞ്ഞതിന് ശേഷം സിംഗപ്പൂരില്, അങ്ങനെ വിദേശ രാജ്യത്തു പോയി ഇന്ത്യയിൽ ഇങ്ങേ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ ആ ഭൂപ്രദേശത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഉള്ളടക്കം സാറ്റലൈറ്റ് ടെലിവിഷനിലൂടെ ആളുകൾ കാണുമെന്ന ധാരണയാട്ടോ. അന്നൊന്നും ഒരു ഉറപ്പുമില്ല ടെലിവിഷൻ ഈ രീതിയിൽ വലിയ നിലയിൽ വികസിക്കുമെന്നൊന്നും. അങ്ങനെ ധാരണയില് ശശികുമാർ അദ്ദേഹത്തിന്റെ PTI TV-യിൽ ഉണ്ടായിട്ടുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അന്ന് ദേശീയ ടെലിവിഷൻ ചാനലായിട്ടുള്ള ദൂരദർശന് മാത്രമാണ് അപ്ലിങ്കിങ് അനുമതി ഇന്ത്യയിലുള്ളത്. ഒരൊറ്റ ടെലിവിഷൻ ചാനൽ മാത്രമേ പറ്റുള്ളൂ. അത് സ്റ്റേറ്റ് ടെലിവിഷൻ ആയിട്ടുള്ള ദൂരദർശനിലൂടെ മാത്രമേ പാടുള്ളൂ എന്നാണ് അന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊരു വ്യക്തതയുണ്ട്. കാരണം എന്താ, നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള ടെലിവിഷൻ ചാനലുകൾ വന്നാൽ, പ്രത്യേകിച്ച് അതിർത്തി പ്രശ്നങ്ങളിലൊക്കെ തന്നെയും സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യവിരുദ്ധ ടെലിവിഷൻ ചാനലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഒരുപക്ഷെ രാജ്യം അങ്ങനെ കണ്ടിട്ടുണ്ടാകാം. ഇപ്പൊ FM സ്റ്റേഷനുകൾക്ക് ആ നിലയിൽ നമ്മൾ വാർത്തയ്ക്കല്ല അനുമതി നൽകുന്നില്ലല്ലോ. ശ്രേംസിനൊക്കെ ഒരുപാട് FM സ്റ്റേഷനുകളുണ്ട്, വാർത്ത നൽകുന്നില്ല, ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ ടെലിവിഷനും അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി വാർത്തകൾ കൂടി സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകൾക്ക് സംപ്രേഷണാനുമതി നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്ന വിപ്ലവം എന്ന് പറയുന്നത്, നോക്കൂ, ഹിന്ദിയില് ZTV ഉണ്ടായിരുന്നു, തമിഴ്നാട്ടില് സൺ TV ഉണ്ടായിരുന്നു, സമാനമായി കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉണ്ടായ
ഘട്ടം പോലെ തന്നെ ഇവരും ടെലിവിഷൻ ചാനൽ തുടങ്ങിയിരുന്നു. പക്ഷെ അവരൊക്കെ റെക്കോർഡഡായിട്ടുള്ള വാർത്താ ബുള്ളറ്റിനുകളായിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ ശശികുമാറിന്റെ നേതൃത്വത്തിൽ മനിലയിൽ നിന്ന് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ടെലിവിഷൻ ചാനലുകൾക്ക് സംപ്രേഷണാനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിനൊരു നയമുണ്ടായിരുന്നു. ആ നയത്തെ എതിർപ്പോടു കൂടിയാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഇപ്പൊ എന്താ നയം? ഇപ്പൊ യഥാർത്ഥത്തിൽ നയമില്ലായ്മയിൽ നിന്നാണ് നേരത്തെ ശ്രേയംസ് പറഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത്. നയമില്ലായ്മ എന്ന് പറയുന്നത് പറ്റിക്കലാണ്. ആർക്കും തുടങ്ങാം എന്ന് പറയുമ്പോൾ ആർക്കും എത്ര ചാനലുകൾ വേണമെങ്കിലും തുടങ്ങാമെന്ന് മാത്രമല്ല, ഈ ടെലിവിഷൻ ചാനലുകൾ കോർപ്പറേറ്റുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്റ്റാർട്ടപ്പ് ചാനലുകളോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മാധ്യമ സ്ഥാപനങ്ങളോ തനിയെ കൊഴിഞ്ഞു പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഞാൻ റിപ്പോർട്ടർ TV എൻ്റെ ഷെയർ സെൽ ഓഫ് ചെയ്ത് കളയുമ്പോൾ ശ്രേയംസ് പറഞ്ഞതിൽ നിന്നോ അല്ലെങ്കിൽ പറയാത്തതിൽ നിന്നോ ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നത് ശ്രേയംസിന്റെ മാതൃഭൂമി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ആ മാതൃഭൂമി പ്രസ്ഥാനത്തിന് തന്നെ നാളെ ഭീഷണി നേരിടുന്നു എന്നാണ്. നമുക്ക് ഒരു ഇന്ത്യ വിഷനിലൂടെ റിപ്പോർട്ടറിലൂടെ ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങി ആ മാധ്യമ സ്ഥാപനം കേരളത്തിന്റെ മാധ്യമ സ്ഥാപനമാക്കാൻ കൊതിച്ച് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ വരുന്നത് മുഴുവൻ കോർപ്പറേറ്റുകളാണ്. ഞാനും ശ്രേയംസും, ഞാൻ റിപ്പോർട്ടർ TVയുടെ MD ആയിരുന്ന കാലഘട്ടത്തിൽ ശ്രേയംസിന്റെ ഒരു പ്രൊഫഷണലിസത്തെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ വലിയ വിശദാംശങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലത് വേണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിക്കുന്നത്. നമുക്ക് കാരേജ് ഫീ ഉണ്ട്. ഒരു ടെലിവിഷൻ ചാനൽ സംബന്ധിച്ചിടത്തോളം കാരേജ് ഫീ ഉണ്ട്. ആ കാരേജ് ഫീ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനലിന് അതിന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ആ കാരേജ് ഫീ കൊടുക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളൊക്കെ തന്നെയും ആ കോർപ്പറേറ്റുകൾ തന്നെയാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ നടത്തുന്നത് എന്നുള്ളതിനാൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന വിധത്തിൽ കാരേജ് ഫീ ഉയർത്തി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ കേരളത്തിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാരേജ് ഫീ നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. കാരണം ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണലുകൾ നടത്തുന്ന ടെലിവിഷൻ ചാനലുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ മാർക്കറ്റിൽ അവരുണ്ടാക്കുന്ന വാക്യൂമുണ്ട്. ആ വാക്യൂമിലേക്ക് കൂടി ഈ കോർപ്പറേറ്റ് ചാനലുകൾക്ക് കടന്നു കയറാം. ഒരു ഘട്ടത്തിൽ ട്രായ് തീരുമാനിക്കുന്നു ഈ പറയുന്ന കാരേജ് ഫീ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ സെറ്റ് ഓഫ് ബോക്സിലും 20 പൈസ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അന്ന് ശ്രേയാംസാണ് KTF-ന്റെ കേരള ടെലിവിഷൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ശ്രേയാംസിന്റെ മുറിയിൽ എല്ലാ ദിവസവും ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യായിരുന്നു. പക്ഷെ പൊളിഞ്ഞുപോയെന്താ? ഒന്ന്, ഈ പറയുന്ന തീവ്ര വർഗീയ നിലപാടുകളുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ടെലിവിഷൻ ചാനലുകൾക്ക് പോലും ഈ കാരേജ് ഫീ കൊടുക്കണ്ട, അവരെ പേടിച്ച് സൗജന്യമാക്കിയിരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത് എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പണമുണ്ട്, അത് കൊടുത്താൽ അവർക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ചാനലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ ചാനലുകൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ വാക്യൂമിൽ കടന്നു കയറി കൂടുതൽ വലിയ മാർക്കറ്റ് ഉണ്ടാക്കാം. ഈ കോൺഫ്ലിക്റ്റിനിടയിൽ ട്രായുടെ ഇന്ത്യ സർക്കാരിൻ്റെ റെഗുലേഷൻ പോലും മാനിക്കാതെ പോകുന്നു എന്നുള്ള നില കൈവന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ള നില വന്നു. ആരൊക്കെ എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് പിൽക്കാലത്ത് നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഘട്ടത്തിൽ സ്റ്റേറ്റ് ടെലിവിഷൻ മാത്രം മതി എന്ന് കരുതിയെടുത്ത് ഇപ്പോൾ ഒരു മുതലാളിക്ക് എത്ര ടെലിവിഷൻ ചാനലുകളും തുടങ്ങാമെന്നും അങ്ങനെ എത്ര ടെലിവിഷൻ ചാനലുകൾ തുടങ്ങിയാൽ ബാക്കിയുള്ള പ്രൊഫഷണൽ ടെലിവിഷൻ ചാനലുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ടെലിവിഷൻ ചാനലുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു നയമില്ലായ്മയിൽ നിന്ന് ഒരു പുതിയ നയം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഒരു റെഗുലേഷൻ ഇന്ത്യയിൽ ഉണ്ടായിക്കൂടാ? ഒരു ടെലിവിഷൻ ചാനൽ മാത്രമേ വേണ്ടൂ എന്ന് തീരുമാനിച്ച സർക്കാരിന് ഒരു മുതലാളിക്ക് മാധ്യമ ആവാസ വ്യവസ്ഥ, ഒരു വ്യതിരിക്തമായ മാധ്യമ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ ഒരു മുതലാളിക്ക് എത്ര ടെലിവിഷൻ ചാനലുകൾ തുടങ്ങാമെന്നത് സംബന്ധിച്ച ഒരു റെഗുലേഷൻ ഉണ്ടാക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അവരുദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ രാജ്യത്ത് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തതയുണ്ട് അക്കാര്യത്തിൽ. 1998 ഞാൻ ദില്ലിയിൽ ഏഷ്യാനെറ്റിന്റെ പ്രതിനിധിയായി പോകുമ്പോൾ എൻ്റെ ബീറ്റ് എന്ന് പറയുന്നത് BJP ബീറ്റാണ്. അന്ന് അശോക റോഡിലുള്ള BJP ഓഫീസിൽ എന്നും എല്ലാ ദിവസവും, കാരണം എന്താ, അന്ന് ദേശീയ പാർട്ടികൾ രണ്ടാണ്, പ്രധാനമായും രണ്ടാണ്, കോൺഗ്രസും BJP-യും. BJP ഭരിക്കുന്ന കാലഘട്ടമാണ്, AB വാജ്പേയിയുടെ കാലഘട്ടം. ഞാൻ എന്നും അശോക റോഡിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. RSSന്റെ പ്രചാരക സ്ഥാനത്ത് നിന്ന് BJP-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി വന്നയാള്. ആ ആള് 2001 ഗുജറാത്തിലേക്ക് പോകുന്നു. കച്ച് ഭൂകമ്പം, കേശുഭായ് പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല, പുനരധിവാസ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. അദ്വാനി അന്ന് BJP-യുടെ എല്ലാമാണ്. അദ്വാനി അന്ന് BJP-യുടെ കേന്ദ്ര ഓഫീസിൽ ഉണ്ടായിരുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുന്നു. അവിടെ 2002 ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നു. ആദ്യം ഗോദ്ര ഗുജറാത്ത് കലാപം. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഞാൻ അതിനുള്ള ഉൾക്കളിയൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്ക് കൈകൊടുക്കാൻ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ മുഖ്യമന്ത്രിമാർ തയ്യാറാകുന്നില്ല. യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ ഒന്നാം നിരയിലുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക് വിസ അനുവദിക്കാൻ തയ്യാറാകുന്നില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ നരഭോജിയായി കാണിക്കുന്നു. ഈയിടെ നിരോധിച്ച BBC-യുടെ ഒരു ഡോക്യുമെന്ററിയിലുണ്ടല്ലോ, അതിനകത്ത് BBC ലേഖിക നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എന്താണ് പഠിക്കാനുള്ളത് ഗുജറാത്ത് കലാപത്തിനൊക്കെ ശേഷം? അപ്പോൾ നരേന്ദ്രമോദി പറയുന്നുണ്ട്, എനിക്ക് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഇനി പഠിക്കാനുള്ളത് എന്ന്. ശരിയാണ്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ കാരണം എന്താ, വംശഹത്യയാണ് ഗുജറാത്തിൽ നടന്നത് എന്നായിരുന്നു അന്നത്തെ നെറേറ്റീവ്, ഇന്നത്തെയും നെറേറ്റീവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ നരേന്ദ്രമോദി ഒറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിൽ കോർപ്പറേറ്റുകളെ കൊണ്ട് ഈ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുപ്പിക്കുക എന്നു മാത്രമല്ല, തനിക്ക് പുരപ്പുറത്ത് കയറി ഉദ്ഘോഷിക്കാൻ കഴിയുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ഉയർത്തിയെടുക്കുക. ആ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം സാധ്യമാണ്. അപ്പോൾ എല്ലാം സാധ്യമാക്കി. ഈ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഈ രണ്ടാം ഘട്ടത്തിലൂടെ, ഉദാരവൽക്കരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത കാലഘട്ടത്തിലൂടെ
ഈ മാധ്യമങ്ങൾ മുഴുവൻ ഒരൊറ്റ കൊടക്കീഴിലേക്കായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ നേരത്തെ ശ്രേയാംസ് ആശങ്കപ്പെട്ടതുപോലെ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ഇവിടെ എഴുതി വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ ശ്രേയാംസ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയുള്ള ഭരണ സംവിധാനമാണ് പോകുന്നതെങ്കിൽ ഒരൊറ്റ സ്വതന്ത്ര മാധ്യമ സ്ഥാപനവും ഈ രാജ്യത്ത് നിലനിൽക്കാൻ പോകുന്നില്ല. ഒരൊറ്റ സ്വതന്ത്ര മാധ്യമ സ്ഥാപനവും നിലനിൽക്കാൻ പോകുന്നില്ല. അതിനെ അനുവദിക്കില്ല. അതിൻ്റെ നയങ്ങൾ കൊണ്ടും അതിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റെഗുലേഷനുകൾ കാരണവും. കാരണം അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യുക? ഗതി മുട്ടുമ്പോൾ ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഓഹരികൾ വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. ഓഹരി കുറച്ച് കിട്ടിയാൽ മതി. NDTV ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഓഹരിയൊന്നും കൈമാറിയിട്ടല്ല NDTV ഏറ്റെടുത്തിട്ടുള്ളത്. NDTVയെ സംബന്ധിച്ചിടത്തോളം ടൈംസ് നൗ വന്നു, അല്ലെങ്കിൽ മറ്റ് ടെലിവിഷൻ ചാനലുകൾ വന്നു. അതിനോട് മത്സരിക്കാൻ വേണ്ടി കടം വാങ്ങിയപ്പോൾ അയാൾക്ക് കൊളാട്രലായി കൊടുക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷെയർ കൊടുത്തു, ആ ഷെയർ പിടിച്ചെടുത്തു. ഈ നിലയിൽ രാജ്യത്തിൻ്റെ മാധ്യമ ആവാസ വ്യവസ്ഥ മാത്രമല്ല, അത് നാളെ ഡൊണാൾഡ് ട്രംപിലൂടെ എങ്ങനെയാണോ ഇലോൺ മസ്ക് രാജ്യത്തിൻ്റെ ഭരണവും ലോകത്തിൻ്റെ ഭരണവും നടത്താൻ ശ്രമിക്കുന്നത്, സമാനമായ വിധത്തിൽ കുത്തക മുതലാളിമാരുടെ ഭരണത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുമ്പ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പറയാണ്, സമ്പന്ന ഭൂപ്രഭു വർഗം ലോകത്ത് ഉയർന്നു വന്നിരിക്കുന്നു, ഇത് അപകടകരമാണ് എന്നാണ്. നോക്കൂ, ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ, ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ തലവൻ പറയുകയാണ്, ഒരു സമ്പന്ന പ്രഭുവർഗം, ഭൂപ്രഭു അല്ല കേട്ടോ, സമ്പന്ന പ്രഭുവർഗം ഇപ്പോ ലോകത്ത് പുതുതായി സംജാതമായിരിക്കുന്നു, അത് ലോകത്തിന് അപകടമാണ് എന്നുള്ളതാണ്. നോക്കൂ, നേരത്തെ തന്നെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിരുന്നു, അതിസമ്പന്നരായി ഉയർന്നു വരുന്ന ഒരു പ്രഭുവർഗം എപ്പോഴും ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന് തന്നെ എപ്പോഴും അപകടമാണ് എന്ന്. സമാനമായ വിധത്തിൽ ഇപ്പോൾ ജോ ബൈഡൻ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രവചിക്കുകയാണ് അടുത്ത 4 വർഷം അമേരിക്കയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ലോകമാകമാനം ഇത് ആശങ്കയോടുകൂടി കാണുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയത്തിൽ അത് കടന്ന് കയറി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഇലോൺ മസ്ക് നാസി സല്യൂട്ട് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ നാസി സല്യൂട്ട് നമ്മൾ വാക്കുകളിലൂടെ നമ്മുടെ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. BS മൂഞ്ചെ, ഡോക്ടർ ഹെഡ്ഗേവാർ, MS ഗോൾവാൾക്കർ, VD സവാർക്കർ, ഇവരൊക്കെ തന്നെയും നാസികളുമായി നേരിട്ട് ചർച്ചകൾ നടത്തുകയോ അവരുടെ പുസ്തകങ്ങൾ ബ്യൂറോ ഓഫ് നാഷൻഹുഡിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് നാസി സ്വാധീനം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടത് എന്നെ സംബന്ധിച്ച് സവർക്കർ കൃത്യമായി എഴുതിയിട്ടുണ്ട്. BS മൂഞ്ചെ 1931 മുസോളിനിയുമായി ജർമ്മനിയിൽ പോയി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നത് സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന യൂറോപ്യൻ ആശയങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കാം എന്നുള്ളത് നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുള്ളത്. അത് വെറും ന്യൂനപക്ഷത്തിൻ്റെ ഉന്മൂലനത്തിൽ മാത്രമല്ല, ഗീബൽസ്യൻ തന്ത്രങ്ങളിൽ കൂടെ, അത് ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാം. ഇപ്പോൾ റിപ്പബ്ലിക് TVയുടെയൊക്കെ സാധാരണഗതിയിൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യത്തിലാണ് ഈ ഫേക്ക് ന്യൂസ് ഒക്കെ പറയുന്നത്. റിപ്പബ്ലിക് TVയുടെ, അതായത് ഇന്ത്യയിലെ ഇന്നത്തെ TRP റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ 1 ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനൽ, ആ ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലിൻ്റെ ഹിന്ദി പതിപ്പിൽ വരുന്നത് ഡൊണാൾഡ് ട്രംപ് മഹാകുംഭമേളയിൽ വന്ന് മുങ്ങിക്കുളിച്ചു എന്നാണ്. വ്ളാഡിമിർ പുടിൻ മഹാകുംഭമേളയിൽ വന്ന് മുങ്ങിക്കുളിച്ചു എന്നാണ്. എന്നിട്ട് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു പോയി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പ്രദായിക മാധ്യമങ്ങളാണ്, മുഖ്യധാര മാധ്യമങ്ങളാണ്. ആലോചിച്ച് നോക്കണം, ഇതൊന്നും സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള വാർത്തയല്ല എന്നുള്ളത് നമ്മൾ കാണണം. അപ്പം ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും എന്നുള്ള നില കൈവന്നിരിക്കുന്നു. അതിനെ മറികടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ത്യയിൽ തങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്, ഞാൻ അമ്മ മരിക്കുന്നത് വരെ വിചാരിച്ചിരുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് എന്നാണ്, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ദൈവം എന്നെ നേരിട്ട് അയച്ചതാണ് എന്ന്. ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഒരു ടെലിവിഷൻ സംവാദത്തിൽ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ DY ചന്ദ്രചൂഡ്
DY ചന്ദ്രചൂഡ് പറയാണ്, ഞാൻ വിധിന്യായത്തിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അയോധ്യ വിധി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇത് വിധി കിട്ടി എന്ന് പറയുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യൽ റീസണിങ്ങിനപ്പുറത്ത് ഒരു വിധിന്യായം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ DY ചന്ദ്രചൂഡിനെ സംബന്ധിച്ചിടത്തോളം വിധിന്യായം പടച്ചതമ്പുരാൻ പറഞ്ഞു തന്നു, പിന്നെ ഇനിയിപ്പോൾ ജുഡീഷ്യൽ റീസണിങ് അദ്ദേഹത്തിന് കോട്ടിട്ട് എഴുതുക മാത്രമേ വേണ്ടൂ എന്നുള്ള അവസ്ഥയാണ്. നമ്മുടെ സുരേഷ് ഗോപി പറയുകയാണ് മായക്കാഴ്ചയാണ്, സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ മായക്കാഴ്ചയാണ് എന്ന്. പാതലയിലുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് സാധിച്ചിരിക്കുന്നു. അത് ന്യൂനപക്ഷത്തിൻ്റെ ഉന്മൂലനത്തിലൂടെ മാത്രമല്ല, ഈ പറയുന്ന ഗീബൽസ്യൻ തന്ത്രങ്ങളിലൂടെ മാത്രമല്ല, ഒരു പുതിയ സാഹചര്യം കെട്ടിപ്പടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ എപ്പോഴാണ് സാധ്യമാകുന്നത്? പുരോഗമന ശക്തികൾ ഊർജം പകരുന്നതിൽ പരാജയപ്പെട്ടാൽ യാഥാസ്ഥിതിക ചിന്തകൾ അതിൽ നുഴഞ്ഞു കയറുക സ്വാഭാവികമാണ് എന്ന് ആനന്ദ് ഈയിടെ ഒരു ലേഖനത്തിൽ പറയുകയുണ്ടായി. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും പുരോഗമന ശക്തികൾ. എന്തു പുരോഗമന ശക്തികൾ? പുരോഗമന ശക്തികൾ മരവിച്ച് നിൽക്കുകയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും, അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഈ പറയുന്ന കോർപ്പറേറ്റിലൂടെ കൃത്യമായ രീതിയിൽ ആശയം പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ മനുഷ്യ വിഭവശേഷിയും സമ്പത്തും കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അതിനെ മറികടക്കാൻ ഈ പുരോഗമന ശക്തികൾക്ക് കഴിയുന്നില്ല. അപ്പോൾ യാഥാസ്ഥിതിക ചിന്ത വളരെ വേഗത്തിൽ കയറി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നാലമ്പല യാത്രകളുടെയൊക്കെ കാലഘട്ടമാണ്. നാലമ്പല യാത്രയിലൊന്നും കുഴപ്പമില്ല. നാലമ്പല യാത്ര കഴിഞ്ഞാൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങൾ എന്താണ് വീട്ടിൽ സംസാരിക്കുന്നത് എന്നത് ഒരു ചെവി കൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഡോക്ടർ സരിൻ ഇവിടെയുണ്ട്, പാലക്കാട് നിന്ന് വന്നിട്ടുള്ളതാണ്. സരിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. സരിൻ്റെ തെരഞ്ഞെടുപ്പിൽ അവിടെയും നഗ്നമായിട്ടുള്ള വർഗീയതയാണ്. ഒന്ന്, RSSന്റെ ഒരു വിഭാഗം ഇപ്പുറത്ത് ചേർന്നിരിക്കുന്നു UDFന്റെ മഹാമുന്നണിയിൽ. അതോടൊപ്പം ഈ ജമാഅത്തെ ഇസ്ലാമി SDPI ഇതിൻ്റെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിൽ സരിനെതിരെ മത്സരിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും 2021 840 വോട്ടുകൾ നേടാൻ സരിന് സാധിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും 2500 വോട്ട് നേടാൻ സരിന് സാധിച്ചു എന്നുള്ളത് സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മികവാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത്രയും സാധിച്ചു. കാരണം 2021 എന്ന് പറയുന്നത് 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വർഷമാണ്. 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില മേഖലകൾ ചില കക്ഷികൾക്ക് വേണ്ടി കൃത്യമായി അവർ എത്രയോ കാലമായി അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണല്ലോ, അല്ലെങ്കിൽ അവർ സംവരണം പോലെ ഏറ്റെടുത്തിട്ടുള്ള സീറ്റുകളാണല്ലോ. അതുകൊണ്ട് 99 എന്ന് പറയുന്നത് മഹാവിജയം. ആ മഹാവിജയത്തിൻ്റെ കാലഘട്ടത്തിൽ മൂന്നാം തരത്തിലേക്ക് പോയ CPMനെ സംബന്ധിച്ചിടത്തോളം 849 വോട്ടുകൾ കൂടുതൽ കിട്ടുക എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ വർഗീയതയും ചേർന്ന് ജമാഅത്തെ ഇസ്ലാമിൻ്റെ SDPIയുടെ മുഴുവൻ മതചിഹ്നങ്ങളോടും കൂടി അകത്തേക്ക് പോവുകയാണ്, വീട്ടിനകത്തേക്ക്. എന്താ ഇവർ പറയുന്നത്? തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ടോ ചിട്ടയുണ്ടോ ഒന്നും നമുക്കറിയില്ല. RSSന്റെ ഒരു ഭാഗം മുഴുവൻ വോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. RSSന്റെ വോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സാധ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ. അതിന് ആവശ്യമായ വിധത്തിൽ യഥാർത്ഥത്തിൽ അവിടെയാണ് ഞാൻ ശ്രേയംസിനോട് അല്പം വിയോജിക്കുന്നത്. കേരളത്തിലും കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനൽ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു BJPക്കാരനാണ്. നമ്മുടെ നാട്ടിൽ ഈ കട വിൽക്കാന്ന് വെച്ചാൽ ഒരു ഗൾഫുകാരനല്ലേ വന്നെടുക്കുക. പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ വിൽക്കാൻ വെച്ചാൽ ഒരു BJPക്കാരനാണ് വന്ന് ഏറ്റെടുക്കുന്നത്. ഏറ്റവും എന്ന് വെച്ചാൽ BJPയുടെ കേരളത്തിലെ പോയിന്റ് മാൻ ആണ് വന്നെടുക്കുന്നത് എന്നുള്ളതാണ്. മലയാള മനോരമ K മാത്യുവിൻ്റെ 8ാമത്തെ മോതിരത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണ് എതിർക്കപ്പെടേണ്ടത്, ഉന്മൂലനം ചെയ്യപ്പെടേണ്ടത്. ഇത്തരം മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ ശ്രേയംസിനോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇടതുപക്ഷം ആണ് ശരിപക്ഷം എന്നുള്ള ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ബോധ്യം നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന് ശ്രേയംസിന് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രേയംസിനോട് ഒരു കല്യാണത്തിനുണ്ട്. നോക്കൂ, പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളാണല്ലോ നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രേയംസിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ശ്രേയംസിനെ സംബന്ധിച്ചിടത്തോളം ശ്രേയംസ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ്. ഇന്ത്യയിൽ എത്ര ധാരകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ അന്ന് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. പിന്നീട് കർഷക പ്രസ്ഥാനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടത് പ്രസ്ഥാനങ്ങളുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അതോടൊപ്പം 2 3 ആശയ സംഹിതകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു.
ഒരു ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ആശയ സംഹിതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ശ്രേംസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണ്. കാരണം ആ രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ശ്രേംസ് സോഷ്യൽ മീഡിയ നോക്കി ഒരു ശത്രുവായി ഇടതുപക്ഷത്തെ പ്രഖ്യാപിക്കേണ്ടതില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ശത്രുവാക്കുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ള അവസ്ഥ വരും. ശ്രീ ശ്രേയാംസ് കുമാർ, പരാതിയല്ലല്ലോ. നോക്കൂ, സോഷ്യൽ മീഡിയയിൽ നാളെ എനിക്കെതിരെ വിമർശനം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എനിക്കെതിരെ ഇപ്പോൾ വിമർശനം കുറഞ്ഞു ഞാൻ ടെലിവിഷൻ ചാനൽ വിട്ടതിന് ശേഷം, അപ്പോൾ എനിക്ക് ടെൻഷനാണ്. നമ്മൾ പ്രസക്തമല്ലാതായി പോകുന്നുണ്ടോ എന്നുള്ള കാര്യം. അവിടെ ശ്രേയംസ് പ്രസക്തനാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അറ്റാക്ക് ഉള്ളത് കൊണ്ട് ശ്രേയംസ് നമ്മൾ എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാരണം ശ്രേയംസിനെ സംബന്ധിച്ചിടത്തോളം ശ്രേയംസ് മാത്രമല്ലല്ലോ, ശ്രേയംസ് വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയം ഇടതുപക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് ശ്രേയംസിൻ്റെ രാഷ്ട്രീയമല്ല നമ്മുടെ വിഷയം. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 23-ാം പാർട്ടി കോൺഗ്രസ് നാനാർ അക്കാദമിയിൽ ചേരുമ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. BJP-ക്കെതിരെ കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാ കക്ഷികളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. അന്ന് നാനാർ അക്കാദമിയിൽ ചേർന്ന 23-ാം പാർട്ടി കോൺഗ്രസ് സാവ് പി കരുണാകരനുണ്ട്, ഞാനത് പറയാൻ പാടില്ല എങ്കിലും പറയാം, മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭയിലെ CPM-ൻ്റെ നേതാവാണ് അദ്ദേഹം. എങ്കിലും ഞാനാണിപ്പോൾ പ്രസംഗിക്കുന്നത് എനിക്ക് പറയാലോ. നോക്കൂ, ആ ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഖണ്ഡിതമായി CPM-ൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞത്, കോൺഗ്രസ് എന്നല്ല BJP-ക്കെതിരായിട്ടുള്ള എല്ലാ വോട്ടുകളെയും യോജിപ്പിച്ചാൽ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ മതേതര സർക്കാർ ഉണ്ടാവുക എന്നുള്ളത്. ആ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ 2024 കോൺഗ്രസ് ഒന്നുകൂടി ആത്മാർത്ഥത കാണിച്ചില്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ ഘട്ടത്തിൽ 5 മാസം വേസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിതീഷ് കുമാർ പോകില്ലായിരുന്നു, RLD പോകില്ലായിരുന്നു, ഉത്തർപ്രദേശിലെ RLD പോകില്ലായിരുന്നു. ശ്രേയംസിൻ്റെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ്. പശ്ചിമ ഉത്തർപ്രദേശിൽ വലിയ റോളുള്ളവരായിരുന്നു. ആ ആത്മാർത്ഥത കാണിക്കാൻ കോൺഗ്രസ് കൂട്ടാക്കാത്തത് കൊണ്ടാണ് 303-ൽ നിന്ന് 240-ലേക്ക് അടിച്ചത്. പക്ഷേ നമുക്കിനിയും സാധ്യതകളുണ്ട്. അതായത് ഈ പറയുന്ന സെക്യുലർ ബ്ലോക്കിന് ഇനിയും സാധ്യതയുണ്ട്, ഇന്ത്യ ബ്ലോക്കിന് ഇനിയും സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്ക് പുതിയ ദിശാബോധം നൽകാൻ വേണ്ടി 24-ാം പാർട്ടി കോൺഗ്രസിന് കഴിയട്ടെ. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സെമിനാറിൽ പങ്കാളികളാകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള CPIM-ൻ്റെ കുടുംബാംഗങ്ങൾ, CPM-ൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ